നമസ്കാരം. ഓട്ടോയിൽ മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ, മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര സൗജന്യം എന്ന സ്റ്റിക്കർ പതിക്കാനുള്ള ഉത്തരവ് പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് MVD. ഗതാഗത മന്ത്രി ഓട്ടോ തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. സംയുക്ത തൊഴിലാളി യൂണിയൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്താനിരുന്ന പണിമുടക്കും പിൻവലിക്കും. മാർച്ച് 1 മുതലായിരുന്നു മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര സൗജന്യം എന്ന സ്റ്റിക്കർ നിർബന്ധമാക്കി ഉത്തരവിറക്കിയത്. എന്നാൽ സ്റ്റിക്കർ മിക്ക ഓട്ടോകളിലും പതിച്ചു തുടങ്ങിയിട്ടില്ലായിരുന്നു. നിർദ്ദേശത്തിനെതിരെ ഓട്ടോ തൊഴിലാളികൾക്കിടയിൽ പ്രതിഷേധവും ഉയർന്നിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് പണിമുടക്ക് തീരുമാനിച്ചിരുന്നത്. ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ പ്രവർത്തനരഹിതമായിരിക്കുകയോ ചെയ്താൽ യാത്ര സൗജന്യം എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും രേഖപ്പെടുത്തി പ്രിന്റ് ചെയ്ത സ്റ്റിക്കർ ഡ്രൈവർ സീറ്റിന് പുറകിലായോ യാത്രക്കാർക്ക് അഭിമുഖമായോ പതിച്ചിരിക്കണമെന്നായിരുന്നു നിർദ്ദേശം. സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിലാണ് സ്റ്റിക്കർ പതിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായിരുന്നത്. ഉത്തരവ് 1 മാസം മുമ്പ് ഇറങ്ങിയിരുന്നെങ്കിലും തയ്യാറെടുപ്പിന് 1 മാസത്തെ സമയം വേണമെന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശം പരിഗണിച്ചാണ് മാർച്ചിൽ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നത്. സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിലാണ് സ്റ്റിക്കർ പതിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായത്. എങ്കിലും ഭൂരിപക്ഷം ഓട്ടോകളിലും സ്റ്റിക്കർ ഇതുവരെ പതിപ്പിച്ചിട്ടില്ല. മീറ്റർ ഇട്ട് തന്നെയാണ് ഓട്ടോ ഓടിക്കുന്നതെന്നും ഇത്തരത്തിൽ അടിച്ചേൽപ്പിക്കുന്ന നടപടികൾ അംഗീകരിക്കില്ലെന്നുമായിരുന്നു കൊച്ചിയിലെ ഓട്ടോക്കാരുടെ നിലപാട്. യൂണിയനുകൾ ഈ വിഷയത്തിൽ സർക്കാരുമായി വീണ്ടും ചർച്ച നടത്തുമെന്നും അറിയിച്ചിരുന്നു. അതേസമയം മീറ്റർ പ്രവർത്തിപ്പിക്കാതെ അമിത ചാർജ് ഈടാക്കുന്നതും ഇതേ തുടർന്നുള്ള വാക്തർക്കങ്ങളും ഒഴിവാക്കാൻ സംസ്ഥാനതല തീരുമാനങ്ങളുടെ ഭാഗമായി പാലക്കാട് ജില്ലയിലും നടപടി സ്വീകരിച്ചിരുന്നു. ഓട്ടോറിക്ഷക്കാർ അമിത ചാർജ് ഈടാക്കുന്നത് സംബന്ധിച്ച് കൂടുതൽ ആക്ഷേപമുള്ള ജില്ല കൂടിയാണ് പാലക്കാട്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറുമായി നടത്തിയ 3ാം വട്ട ചർച്ചയിലാണ് പ്രശ്നം സമവായത്തിലെത്തിയത്. ഓട്ടോറിക്ഷയിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര സൗജന്യം എന്ന സ്റ്റിക്കർ പതിക്കണമെന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഉത്തരവിനെതിരെ ഓട്ടോ തൊഴിലാളികൾ വലിയ പ്രതിഷേധമായിരുന്നു അറിയിച്ചിരുന്നത്. സ്റ്റിക്കർ പതിപ്പിച്ചില്ലെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകില്ലെന്നായിരുന്നു സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഉത്തരവ്. തുടർന്ന് ഓട്ടോ തൊഴിലാളി യൂണിയനുകൾ സംയുക്തമായി ഗതാഗത മന്ത്രിയെ കണ്ട് 2 തവണ ചർച്ച നടത്തിയിരുന്നു. ഒടുവിൽ 3ാമത് നടന്ന ചർച്ചയോടെയാണ് വിഷയം സമവായത്തിലെത്തിയത്. ഗതാഗത മന്ത്രി നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പണിമുടക്ക് പിൻവലിക്കാനുള്ള തീരുമാനത്തിലാണ് ഓട്ടോ തൊഴിലാളി യൂണിയനും. ബസ് ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നതിനിടെ ഉറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിച്ച് മുന്നറിയിപ്പ് അലാം നൽകുന്ന ഉപകരണം സ്ഥാപിക്കണമെന്ന നിർദ്ദേശവും യോഗം ശുപാർശ ചെയ്തിരുന്നു.